സൗദി അറേബ്യയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഒക്കെയും ഒരു ഗുണപാഠവും പാഠവുമാണ് നമ്മുടെ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഒടുവിലത്തെ പ്രസ്താവനകൾ. സാധാരണ ഉറക്കം നടിച്ചിരിക്കുന്നവർക്ക് ഒരു കുത്തു കൊടുക്കുന്നത് പോലെയായിപ്പോയി ഗസയിലെ മനുഷ്യരെ മുഴുവൻ അങ്ങ് സൗദി അറേബ്യയിൽ കൊണ്ടുപോയി അവിടെ ഒരു ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കാൻ നെതന്യാഹു പറഞ്ഞത്. എല്ലാവരും വിചാരിക്കും നയപരമായി നിന്നാൽ, മൗനമായി നിന്നാൽ, തന്ത്രപരമായി നിന്നാൽ എതിരാളിയുടെ വൈരാഗ്യവും പകയും അവൻ്റെ ഹീനമനസ്സും ഒന്ന് ശാന്തമാകുമെന്ന്. ഒരിക്കലും അങ്ങനെയാവില്ല. നമ്മൾ സാധാരണ പറയും ജന്മഗുണവും പാരമ്പര്യ ഗുണവുമൊക്കെ അതിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വധശിക്ഷ എന്ന ആശയം പോലും കുറ്റകൃത്യങ്ങളിലുള്ളത്. അതായത് ക്രിമിനലായിട്ടുള്ളവർക്ക് എത്ര കാലം കഴിഞ്ഞാലും, എത്ര നിശബ്ദമായാലും, എത്ര ശാന്തമാക്കാൻ ശ്രമിച്ചാലും അവൻ ക്രിമിനലായി തന്നെ തുടരും. നെതന്യാഹുവിൻ്റെ ഈ പ്രസ്താവന അത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഒരു ഗുണപാഠമാകുമെന്ന് പ്രത്യാശിക്കാം. ഇതിനിടയിൽ പരമകള്ളനായ എർദോഗനും വലിയ വാചകവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സത്യത്തിൽ സൗദി അറേബ്യക്കെതിരെ നടത്തിയ അത്തരമൊരു പ്രസ്താവന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആകെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എന്ന് മാത്രമല്ല, ഗസയിലെ പാവപ്പെട്ട ജനങ്ങൾ എത്രയോ കാലമായി ലോകത്തോട് വിളിച്ചു പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെടാനും ഈ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും അനീതികളുടെ പരമ്പര ഒരു വഴിതെളിക്കുമെന്ന് വിശ്വസിക്കാം. ഈ പശ്ചിമേഷ്യയിലെ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനികളായ മനുഷ്യർ അവർ നിരപരാധികളാണ്, തങ്ങളോട് അനീതി പ്രവർത്തിക്കുകയാണ്, തങ്ങളോട് അക്രമം കാണിക്കുകയാണ് എന്ന് വിചാരിച്ചപ്പോൾ 3 തരത്തിൽ അതിനെ കാണുന്നവരുണ്ട്. ഒരു കൂട്ടർ ഈ ചെയ്യുന്ന പ്രവൃത്തി അത് ഏറ്റവും ക്രൂരവും ഹീനവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിലെ വംശീയ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് നിശബ്ദമായി ഇസ്രയേലിനെയും അമേരിക്കയും അനുകൂലിക്കുന്നവരുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ ഇതിലെന്തോ അനീതിയുണ്ട്, ഫലസ്തീനികൾ ആക്രമിച്ചതുകൊണ്ടാണ് അവർ തിരിച്ചടിക്കുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന നിരപരാധികളുണ്ട്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, നമ്മളിതിലേക്കെങ്ങും ബന്ധപ്പെടണ്ട, നമ്മളിതിൽ വളരെ മാന്യമായൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞു നിന്നാൽ മതി, നമ്മുടെ രാജ്യവും നമ്മുടെ ചുറ്റുപാടുകളും സമ്പൽ സമൃദ്ധമാക്കുകയാണ് ലക്ഷ്യം, യവന്മാരെന്തായാലും ഇങ്ങോട്ട് വരില്ല, ഞാൻ സുരക്ഷിതനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഖത്തറോ അല്ലെങ്കിൽ ഒമാനോ ഒക്കെ ഒഴികെയുള്ള രാജ്യങ്ങളൊക്കെ ഇത്രയും മനുഷ്യരെ ക്രൂരമായി കൊന്നൊടുക്കുമ്പോഴും അവർ രാജ്യ നിയമങ്ങളോ അല്ലെങ്കിൽ നയതന്ത്രപരമായ ബന്ധമോ അല്ലെങ്കിൽ വാണിജ്യ താല്പര്യമോ ഭാവിയെയോ ചിലരൊക്കെ പറയുന്നത് പോലെ പക്വതയുടെ നിലപാടോ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് അവർ മുന്നോട്ട് പോയിരുന്നില്ല. അവർ വിചാരിച്ചിരുന്നത് അങ്ങനെ തുടരുമ്പോൾ ഞങ്ങളൊക്കെയും ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഒക്കെ ചങ്ങായിമാരായിരിക്കും എന്നാണ്. അങ്ങനെ നിശബ്ദമാകുന്നതുകൊണ്ട് ഒരു ശത്രുവും ഒരാളും അടങ്ങില്ല എന്നതാണ് വാസ്തവം. അവസരം വരുമ്പോൾ ആ അവസരത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഏത് കുടിലതന്ത്രവും ആ സന്ദർഭത്തിൽ ഉണർത്തുകയും ചെയ്യാൻ ഇവർക്കാകുമെന്നുള്ളതാണ് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സ്ഥിതി സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യ വലിയ സുഹൃത്താണെന്നും കോടിക്കണക്കിന് ട്രില്യൺ ഡോളറുകൾ അമേരിക്കയിൽ നിക്ഷേപിക്കാൻ പോവുകയാണെന്നും ഞാൻ ആദ്യം പോകുന്നതിൽ അങ്ങോട്ടാണ് പോകുന്നതെന്നുമൊക്കെ ട്രംപ് പറഞ്ഞെങ്കിലും പിന്നീട് നെതന്യാഹു അവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും ഗസ അങ്ങ് ഏറ്റെടുക്കാൻ തയ്യാറായി. അയലത്തുകാരനെ എടുത്തിട്ട് അടിച്ചിട്ട് അവന് സമാധാനം വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ വേറൊരു വീട്ടുകാരനോട് യവനെ നിങ്ങളങ്ങ് കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന യാതൊരു നീതിയുമില്ലാത്ത അനീതി വർത്തമാനമാണ് പറഞ്ഞത്. അതിനാണ് നെതന്യാഹു പറഞ്ഞത് ഇവരെയെല്ലാം സൗദി അറേബ്യ കൊണ്ടുപോയി സൗദി അറേബ്യക്കകത്ത് ഒരു ഫലസ്തീൻ രാജ്യം സൃഷ്ടിക്കണം എന്ന് വെച്ചാൽ യവനെന്തോ ഉടമ്പടി കിട്ടിയ യവൻ്റെ രാജ്യത്തേക്ക് അവർ കടന്നു കയറിയവരോ കുടിയേറ്റക്കാരോ ആക്രമിക്കാൻ വന്നവരോ മറ്റോ ആണെന്നുള്ള ഭാഷയിലാണ്. യഥാർത്ഥത്തിൽ ആ വാചകം സൗദി അറേബ്യയെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിൽ ഞെട്ടിച്ചിട്ടുണ്ടാവും. കാരണം ഇവരെപ്പോലെയുള്ളവർക്ക് പല ഘട്ടങ്ങളിലും നിശബ്ദമായ പല സഹായങ്ങളും പിന്തുണകളുമൊക്കെ പലപ്പോഴും മിഡിൽ ഈസ്റ്റുകാർ നൽകി വരുന്നുണ്ടായിരുന്നു. അവരതിലൂടെ ആഗ്രഹിച്ചത് തങ്ങളുടെ രാജ്യങ്ങൾ സുരക്ഷിതമായിരിക്കട്ടെ, സമാധാനപരമായിരിക്കട്ടെ, അല്ലെങ്കിൽ തങ്ങളുടെ വളർച്ചയെ ശ്രദ്ധിക്കട്ടെ, പുരോഗതിയെ ശ്രദ്ധിക്കട്ടെ എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നതെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇവർക്ക് ഇവരുടെ രാജ്യാതിർത്തിയും ഇവരുടെ കച്ചവട ലാഭങ്ങളും ഇവരുടെ കുടിലതന്ത്രങ്ങളും ഇവർക്കുള്ള മാംസക്കൊതിയും രക്തദാഹവുമല്ലാതെ മറ്റൊന്നുമില്ല എന്നതാണ് സത്യം.
ഏതായാലും അത് കുറച്ച് വ്യക്തമാക്കപ്പെടുകയാണ് ഈ സംഭവത്തിലൂടെ. അതെ, ഗസക്കാരായ മനുഷ്യർ ലോകത്തോട് യവന്മാർ കുഴപ്പക്കാരാണ് എന്ന് വിളിച്ചു പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. വലിയ തന്ത്രപൂർവം ഇവരോടൊപ്പം നിന്ന എർദോഗൻ ഇപ്പോൾ പുതിയ വാ തുറന്നിട്ടുണ്ട്. അവിടെ നടക്കുന്നത് അനീതിയാണ്, ഫലസ്തീൻ ആരുടെയും ഔദാര്യമല്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ കള്ളൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും എല്ലാ കള്ളനും ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നതൊക്കെയും. കാത്തിരിക്കാം ഇനി സംഭവിക്കുന്നതറിയാൻ.